അച്ഛാ, ഈ ജഫച്ചൻ ഒരു കാരണവശാലും അങ്ങനെ മാപ്പപേക്ഷ കൊടുത്ത് മാപ്പ് പറഞ്ഞ് തിരിച്ചു കയറുന്നു എന്ന് പറയുന്നത് ഒരുതരം പ്രകടനമാണ്. അത് വെറും ഫേക്കാണ്, കള്ളമാണ്. കാരണം ആ മനുഷ്യന് ഒരിക്കലും സാധിക്കാത്തൊരു കാര്യമാണ്. അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാവുന്ന ആളായതുകൊണ്ട് പറയാണ്. ഞങ്ങളുടെ ഇടവകയിൽ ഒരു വർഷം ഇരുന്നെങ്കിൽ പോലും ഒന്ന് എൻ്റെ വീട് വെഞ്ചരിക്കാൻ വന്നൊരു കഥ ഞാൻ ഓർക്കാണ്. എന്താ പേരെന്ന് പോലും ആ വീട്ടിലെ ആളുകളോട് ചോദിച്ചില്ല എന്നുള്ളതാണ്. പേരെന്താന്ന് പോലും ചോദിക്കാതെ വന്ന് ഓടി വന്നു പ്രാർത്ഥനാമുറിയുടെ ഫ്രണ്ടിൽ വന്നു, ഊറാലിട്ടു, എന്തൊക്കെയോ പറഞ്ഞു, ഇറങ്ങിപ്പോയി. ഒറ്റ ഓട്ടോടെ ഓടിപ്പോയി. ഒരു പരിചയപ്പെടലോ ഒന്നുമില്ലാത്ത. അത് ഞാൻ അന്വേഷിച്ചപ്പോൾ പല വീടുകളിലും ഇങ്ങനെ തന്നെയായിരുന്നു. ഒരു ഒരു സ്പിരിച്വാലിറ്റി ഇല്ലാത്ത മനുഷ്യനാണെന്നുള്ളത് ഞാൻ അന്ന് തീരുമാനിച്ചു. പിന്നീട് പല അവസരങ്ങളിലും ഇദ്ദേഹത്തെ കണ്ടൊന്ന് പരിചയപ്പെടാനും വർത്തമാനം പറയാനൊക്കെ ചെന്നെങ്കിലും ഒക്കെ ഒരുതരം വഴുതിമാറലായിരുന്നു. എന്തോ ഒരു മൂഢസ്വർഗത്തിലാണ് ആ മനുഷ്യൻ. ആ മനുഷ്യനൊന്നും ബലിയർപ്പിച്ചുകൊണ്ടൊന്നും നമ്മൾക്കൊന്നും ആ വിശ്വാസത്തിൽ, തീക്ഷ്ണതയിൽ നമുക്ക് ബോധ്യങ്ങൾ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല അച്ഛാ. അദ്ദേഹം തിരിച്ചു വരാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. അദ്ദേഹം ഊരി പുറത്തു പോകുന്നത് തന്നെ നല്ലത്. പറയാൻ കൊള്ളില്ലാത്ത കാര്യമാണ്, പാടില്ലാത്ത കാര്യം, കത്തോലിക്കിന് പറയാൻ പാടില്ലാത്ത കാര്യം തന്നെയാണ്, വ്യക്തമായിട്ട് അറിയാം. പക്ഷേ ഇങ്ങനെയുള്ള അനേകർ നമ്മുടെ സഭയിലുള്ളതാണ്, നമ്മുടെ രൂപതയിലുള്ളതാണ്, നമ്മുടെ ഇടവകയുടെ രൂപതയിലെ ശാപം. അവർ ആ വൈദിക വൃത്തി എന്നതിനേക്കാൾ അപ്പുറത്ത് അവർ ഈ ലോകത്തിന്റെ അരൂപി കയറി പിടിച്ചടക്കി അവർ ആനന്ദിച്ച് അർമാദിച്ച് കൊണ്ടെടുക്കുന്നവരാണ്. അങ്ങനെയുള്ളൊരു പുറത്ത് തന്നെ പോട്ടേച്ചാ. അവർ പശ്ചാത്തപിച്ച് ധൂർത്തപുത്രന്റെ ഉപമയിൽ പറയുന്നത് പോലെ തന്നെ എനിക്ക് തെറ്റിപ്പോയി എന്ന് പറയുന്ന യഥാർത്ഥ അനുതാപത്തിൽ തിരിച്ചു വന്നാലേ കാര്യമുള്ളൂ. ഇതിപ്പോൾ എങ്ങനെയെങ്കിലും മുഖം രക്ഷിക്കാൻ വേണ്ടി, വിമതന്മാരുടെ മുഖം രക്ഷിക്കാൻ വേണ്ടിയിട്ടും ഇദ്ദേഹത്തിന്റെ സാമ്പത്തിക ചുറ്റുപാട്, ഫാമിലി ചുറ്റുപാട് വളരെ ടോപ്പാ, അങ്ങേയറ്റം ടോപ്പാ. കാരണം എന്തും എറണാകുളത്ത് കാശ് കൊടുത്ത് നടക്കാൻ കഴിവുള്ള പക്ക ഫാമിലിയാണ്. അപ്പൊ പിന്നെ അദ്ദേഹത്തിന് അത് ഏത് വഴിക്ക് വേണമെങ്കിൽ ഇത് കോംപ്രമൈസ് ചെയ്യാൻ പറ്റും. ഇപ്പൊ എല്ലാം ബിസിനസ്സാണല്ലോ, സഭയിലും ബിസിനസ്സാണ് അല്ലേ. അങ്ങേര് പറഞ്ഞതുപോലെ എല്ലാം ഷോ ആയിട്ട് മാറുന്ന കുറെ ഷോക്കാർ ഇതിനകത്തുണ്ട്. ഈ ഷോക്കാരെയൊക്കെ ഒഴിവാക്കുന്നതിന് നല്ലതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഞാൻ വീണ്ടും പറയുന്നു, ഇതൊരു പുരോഹിതനെ കുറിച്ച് പറയാൻ പാടില്ലാത്ത കാര്യം തന്നെയാണ്. ഞാൻ എൻ്റെ ഭാഗം നേടിക്കൊള്ളാം. പക്ഷേ യാഥാർത്ഥ്യം അതാണെന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഇദ്ദേഹം തിരിച്ചു വരാതിരിക്കുന്നത്, പ്രത്യേകിച്ച് മഞ്ഞപ്പുരയിലേക്ക് തിരിച്ചു വരാതിരിക്കുന്നത് നല്ലത്. ഇദ്ദേഹത്തെ വ്യക്തമായിട്ട് നമുക്ക് നമ്മുടെ ഓർമ്മയിൽ ഓർത്തെടുക്കാൻ പറ്റുന്ന ഒരു ചിത്രമുണ്ട്. അതായത് ആ ബസിലിക്ക പള്ളിയിൽ ആ അഭിചാര കുർബാന നടന്നന്ന് അവിടെ ആ തർക്കവാദങ്ങളും പിടിവലികളും ഉണ്ടായപ്പോൾ ഇദ്ദേഹം ഒരു ചങ്ങല, ഒരു ചെയിൻ, ഒരു കൈകൾ കോർത്ത് പിടിച്ച ഒരു ചെയിൻ കൊണ്ട് സംരക്ഷിക്കുന്ന ഒരു അച്ഛനെ സംരക്ഷിക്കുന്ന ഒരു ഫോട്ടോ അന്ന് ഇറങ്ങിയായിരുന്നു. ഇദ്ദേഹം എന്ത് എന്ത് തീവ്രതയാ, എന്തൊരു തീവ്രതയാ മനുഷ്യനായിരുന്നെന്ന് അറിയാമോ. ആ വലിയ ഗാംഭീര്യത്തോടെ ഈ കൈകൾ കോർത്ത് പിടിച്ച് ഒരച്ഛനെ ഉള്ളിൽ നിർത്തി സംരക്ഷിക്കുന്ന ഒരു ഫോട്ടോ അന്ന് പ്രചരിച്ചതായിട്ട് ഞാൻ ഓർക്കുന്നുണ്ട്. അപ്പൊ ഇദ്ദേഹം കുർബാന ചെല്ലാൻ എഗ്രിമെന്റ് ഒപ്പിടിക്കണം എന്നൊക്കെ പറയുന്നതിനോട് എത്രത്തോളം അദ്ദേഹം വിധേയപ്പെടുന്നുള്ളതൊക്കെ ചിന്തിക്കേണ്ട കാര്യമാണ്. ഇദ്ദേഹത്തെ സംബന്ധിച്ച് ഇദ്ദേഹത്തിന്റെ മനസ്സിൽ ഇപ്പോൾ കയറിയിരിക്കുന്നത് ആ ഒരു സാത്താനികമായ ചിന്തകൾ തന്നെയാണ്. അതിൽ നിന്ന് വിടുതൽ കിട്ടി പൂർണ്ണമായി യേശുക്രിസ്തുവിന്റെ ആ ഒരു വൈദിക വൃത്തി, കർത്താവ് ഏൽപ്പിക്കുന്ന വൈദിക വൃത്തി എന്ന ആ ഉത്തരവാദിത്തത്തിലേക്കുള്ള ആഴമായ ബോധ്യം കിട്ടി സ്വമേധയാ തീരുമാനമെടുക്കാതെ ഒരു എഗ്രിമെന്റ് ഒക്കെ ഒപ്പിടിച്ച് ഇപ്പൊ പുതിയ ഡീക്കന്മാർക്ക് നടത്തി ചെയ്തു എന്ന് പറയുന്നതിനേക്കാൾ അപ്പുറത്തല്ലേ ഇവര്. അപ്പൊ ഇവരെ ആ രീതിയിലോട് നമ്മൾ താരതമ്യപ്പെടുത്താൻ പറ്റില്ലല്ലോ. അപ്പൊ അദ്ദേഹം അങ്ങനെയല്ല, സ്വമേധയാ എനിക്ക് തെറ്റിപ്പോയെന്നുള്ള നല്ലൊരു ആത്മശോധന നടത്തി ഞാൻ എൻ്റെ സീനിയർ അച്ഛനോട്, എൻ്റെ വികാരിയച്ഛനോട് ഞാൻ ചെയ്ത് തെറ്റായിപ്പോയി എന്നുള്ള ബോധ്യം ഉള്ളിൽ നിന്നും ഹൃദയത്തിൽ നിന്നും വന്ന് അതിൽ നിന്ന് വരുന്ന ഒരു തീരുമാനത്തിനെ അത് പ്രസക്തിയുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു എഗ്രിമെൻ്റൊക്കെ ഒപ്പിടിച്ച് ഭീഷണിപ്പെടുത്തി ചെല്ലാന്നൊക്കെ പറയുമ്പോൾ അത് എത്ര കണ്ട് വിജയിക്കുമെന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു. പിന്നെ അങ്ങനെ ചെയ്യാം, നിയമപരമായിട്ട് അങ്ങനെ ചെയ്യാൻ സാധ്യതയുള്ളതുകൊണ്ട് അങ്ങനെ സഭയ്ക്ക്, രൂപതയ്ക്ക്, പിതാക്കന്മാർക്ക് ചെയ്യാം എന്ന് മാത്രമേ ഉള്ളൂ. എന്നാലും ഒരു ആത്മാർത്ഥതയുള്ള ബലിയർപ്പണം ആകില്ല. അല്ലെങ്കിൽ തന്നെ ഇദ്ദേഹത്തിന്റെ ബലിയർപ്പണം എന്ന് പറയുന്നത് കൂടിയിട്ടുള്ളവർക്ക് അറിയാം. എൻ്റെ ഇടവിൽ ഒരു വർഷം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ 4-5 പ്രാവശ്യം അങ്ങേറ്റ കുർബാനയാണ് നടത്തുമ്പോൾ തിരിച്ചു പോയി വേറെ പള്ളി പോയിട്ടുണ്ട്. അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. കാരണം അത്രയ്ക്ക് തീക്ഷ്ണതയുണ്ട് ആ കുർബാനയ്ക്ക് എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് അദ്ദേഹത്തിനൊരു കണ്ടീഷൻ വെച്ച് തിരിച്ചു കൊണ്ടുവരാതിരിക്കണം നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹം സ്വമേധയാ എനിക്ക് തെറ്റിപ്പോയെന്നുള്ള ബോധ്യത്തിൽ ആ ഹൃദയവിചാരത്തിൽ നിന്നും തുറവിയോട് തുറന്നു വരട്ടെ എന്ന്, അതിനെ വിലയുള്ളൂ എന്ന് ഞാൻ മനസ്സിലാക്കണം. അതിന് ദൈവം അദ്ദേഹത്തെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് ആ മനുഷ്യന് വേണ്ടിയും സഭയ്ക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാം. ജെഫിന് മാപ്പ് കൊടുത്ത് തിരിച്ചെടുക്കാൻ ആലോചിക്കുന്ന സഭാ അധികാരികളോട് വിനീതമായിട്ടുള്ളൊരു അഭ്യർത്ഥനയുണ്ട്. ദയവ് ചെയ്ത് അദ്ദേഹത്തെ മഞ്ഞപ്ര പള്ളിയിലേക്ക് വീണ്ടും വിടല്ലേ. അങ്ങനെ
മാന്യനായ ഊരക്കാടനച്ഛനെ അപമാനിക്കാൻ ഇനിയും ശ്രമിക്കരുത്. ഇതായിരുന്നു ജെഫിന് മാപ്പ് കൊടുക്കണം. ഇതായിരുന്നു അന്ന് അച്ഛനെ വളഞ്ഞ് വികാരിയച്ഛനെ വളഞ്ഞ് ബഹളം വെച്ച വിമതരുടെ മുഖ്യമായ ആവശ്യം. ഈ കാര്യം ഇങ്ങനെ നടക്കുകയാണെങ്കിൽ അത് അംഗീകരിക്കപ്പെടുകയാണ്. അങ്ങനെ വിമതന്മാർക്ക് ഒരിക്കൽ കൂടി ശക്തി കൊടുക്കുകയാണ്. ദയവ് ചെയ്ത് ആ ജെഫ് എന്ന് പറഞ്ഞ വ്യക്തിയെ മഞ്ഞപ്രപ്പള്ളിയിലേക്ക് തിരിച്ചെടുത്ത് ബഹുമാനപ്പെട്ട വികാരിയച്ഛനെ ആക്ഷേപിക്കാൻ ഇനിയും ശ്രമിക്കരുതെന്ന് വിനീതമായി ഞാൻ അപേക്ഷിക്കുകയാണ്.